ഹലോ, എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിച്ചായിരുന്നോ? അപ്പോൾ ഇന്നൊരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും കഞ്ഞി വാർക്കുമ്പോൾ പേടിയുണ്ടാവും അല്ലേ? ഇപ്പോൾ അതിനുവേണ്ടി പുതിയ തരം ടെക്നോളജീസ് ഒക്കെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മേടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള സിമ്പിൾ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കഞ്ഞിവെള്ളം കുറിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ. അങ്ങനെ നേർപ്പിച്ച ശേഷം നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രമാണ്. ഇതല്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലോട്ട് അങ്ങോട്ട് പകർത്തി വെക്കുകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പ പാത്രം ഉള്ളവർക്ക് അത് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് അങ്ങോട്ട് പകർത്തി വെച്ചാലും നല്ല രീതിക്ക് വെള്ളം പോകില്ല. അതിന് വേറൊരു സംഭവം കൂടി വേണം. അപ്പോൾ ആദ്യം ഈ ഒരു അരിപ്പപ്പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ വേണ്ടത് പ്രധാനമായിട്ടും ഈ ഒരു സംഭവമാണ്. ഇത് നമ്മൾ വറുത്തതും പൊരിച്ചുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ കോരാനെടുക്കുന്ന തവിയില്ലേ, അതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കുന്നത് നല്ല യൂസാണ്. ഈ ഒരു തവി നമുക്ക് എണ്ണ പലഹാരങ്ങൾ വറുത്ത് കോരാൻ വേണ്ടി മാത്രമല്ല, ഇതേപോലെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞാലും അതേപോലെ ചിക്കനും മീനും ഒക്കെ കഴുകിയിട്ടാണെങ്കിലും അതിൽ നിന്നൊക്കെ വെള്ളം ഊറ്റിയെടുക്കാനൊക്കെ നല്ല യൂസാകും കേട്ടോ. കണ്ടോ, അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ പൊന്നി റൈസാണ് ഇതിൽ ഊറ്റിയെടുക്കുന്നത്. അത്രയും ചെറിയ അരിയാണ്, എന്നിട്ട് വരെ നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പോകാനാണ് നമ്മൾ ആ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് കേട്ടോ. മറ്റേതിനെക്കാട്ടിലും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് ചിലപ്പോൾ കൂടുതൽ എടുക്കുമായിരിക്കും. എന്നാലും നമ്മുടെ സേഫ്റ്റി അല്ലേ നമുക്ക് മുഖ്യം. കൈയും ദേഹമൊന്നും പൊള്ളാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ആ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ഊറി വരുന്ന ഇച്ചിരിയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് ആ പാത്രത്തിൽ കളക്റ്റായിട്ട് കിടന്നോളും. അപ്പോൾ മറ്റുള്ള ഭാഗത്തൊന്നും ആകത്തുമില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ ഊറ്റിയിട്ട് കഞ്ഞിവെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണമെന്നുള്ളവർക്ക് അതെടുക്കാവുന്നതുമാണ്. അപ്പോൾ പണ്ടത്തെ രീതി തന്നെ കഞ്ഞി വാർക്കണം എന്നുള്ളവർക്ക് അതേപോലെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കഞ്ഞി വാർക്കാൻ പേടിയുള്ളവർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഇതേപോലെ പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ. എന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.